ഇന്ത്യയിലെ കോളേജുകൾ നിയമപരമായി പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളെ പോലും കുട്ടികളെ പോലെ പരിഗണിക്കുന്നു എന്നതിനെക്കുറിച്ച് പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. ഒരാൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസം വിദേശത്തെ അനുഭവങ്ങളും താരതമ്യം ചെയ്തപ്പോഴാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്. ഇന്ത്യയിലെ കോളേജുകളും വിദേശ കോളേജുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ റെഡിറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇന്ത്യൻ കോളേജുകളിൽ വിദ്യാർത്ഥികളെ കുട്ടികളെ പോലെയാണ് കാണുന്നതെന്നും എന്നാൽ വിദേശ കോളേജുകളിൽ വിദ്യാർത്ഥികൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ട് ചെയ്യാനും വിവാഹം കഴിക്കാനും സ്വത്ത് സ്വന്തമാക്കാനും സാധാരണ കേസിൽ മുതിർന്നവരെ പോലെ ശിക്ഷിക്കാനും കഴിയും. പക്ഷേ കോളേജുകളിൽ സ്കൂളിലേതിന് സമാനമായ നിയമങ്ങളാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. കോളേജുകളിൽ രക്ഷിതാക്കളുടെ പേര് ചോദിക്കാറുണ്ട്. ഹോസ്റ്റലുകളിലും അറ്റൻഡൻസിലും കർശന നിയമങ്ങളുണ്ടാകും. ഏതെങ്കിലും വിദ്യാർത്ഥി നിയമം തെറ്റിച്ചാൽ രക്ഷിതാക്കളെ വിളിച്ചറിയിക്കുന്ന രീതിയുമുണ്ട്. ഇതൊരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറിയതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ കോളേജുകൾ വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മുതിർന്ന വ്യക്തികളായിട്ടാണ് പരിഗണിക്കുന്നത്. പഠനം, പണം, താമസം തുടങ്ങിയ കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ അവർ വിദ്യാർത്ഥികളെ വിശ്വസിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾ സ്വയം പഠിക്കാനും അവസരം നൽകുന്നു. അതിലൂടെ നിരന്തരമായ മേൽനോട്ടമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നേടുന്നു. ഇന്ത്യയിലെ ഈ അമിതമായ ശ്രദ്ധയും നിയന്ത്രണവും കാരണം 23 അല്ലെങ്കിൽ 24 വയസ്സുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പോലും വിദേശത്തുള്ള വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് പക്വത കുറയാൻ സാധ്യതയുണ്ട്. ഇത് അവരെ യഥാർത്ഥ ലോകത്തിലെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടത്ര തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇന്ത്യയിൽ പലപ്പോഴും ആഘോഷിക്കപ്പെടുന്ന ഹോസ്റ്റൽ ലൈഫ്, തമാശകൾ, ക്ലാസ് കട്ട് ചെയ്യൽ എന്നിവ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ച വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനോ ജോലിക്കോ വേണ്ടി വിദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഒരുതരം കൾച്ചർ ഷോക്ക് ഉണ്ടാവാറുണ്ട്. കാരണം അവർ ഇതിനു മുൻപ് സ്വതന്ത്രമായി ജീവിച്ചിട്ടില്ല. ചില ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 20 വയസ്സ് കഴിഞ്ഞിട്ടും അവരുടെ മാതാപിതാക്കൾ എന്ത് കഴിക്കണം, എവിടെ പണം ചെലവഴിക്കണം, ആരെ കാണണം എന്നൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. സ്വന്തം പണം ഉപയോഗിച്ച് വില കൂടിയ കണ്ണട വാങ്ങാൻ പോയതിന് ഒരാളെ വഴക്ക് പറഞ്ഞ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം കോളേജ് നിയമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ശക്തമായ കുടുംബ ബന്ധങ്ങൾ ചില സമയങ്ങളിൽ അമിത സംരക്ഷണത്തിലേക്ക് നയിക്കുന്നു. ഇത് ചെറുപ്പക്കാർക്ക് സ്വാതന്ത്ര്യം നേടുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും തടസ്സമുണ്ടാക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് താമസം മാറുമ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ പ്രകടമാവുകയും ചെയ്യും. ഇന്ത്യയിലെ യുവജനങ്ങളെ ലോകത്തിന് അനുയോജ്യരാക്കാൻ കോളേജുകൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകണം. അതുപോലെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം. മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകണം. സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ അവരെ വിശ്വസിക്കണം. വിദ്യാർത്ഥികൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാകണം. മുതിർന്നവരെ പോലെ പ്രവർത്തിക്കാൻ അനുവാദം കാത്തിരിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. വിദ്യാഭ്യാസം എന്നാൽ ഒരു ഡിഗ്രി നേടുക എന്നത് മാത്രമല്ല, ആത്മവിശ്വാസവും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയായി കൂടി മാറണം എന്നതാണ് പ്രധാനം. ഇന്ത്യൻ കോളേജുകളും കുടുംബങ്ങളും യുവജനങ്ങൾക്ക് അർഹമായ സ്വാതന്ത്ര്യവും വിശ്വാസവും നൽകിയാൽ ലോകത്ത് വിജയിക്കാൻ കഴിവുള്ള ഒരു തലമുറയെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ഇന്ത്യയിലും വിദേശത്തും പഠിച്ച ഒരാളാണ് റെഡിറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടത്. ഇന്ത്യയിലെയും വിദേശത്തെയും വിദ്യാർത്ഥികളുടെ ജീവിതം എങ്ങനെയാണെന്ന് അദ്ദേഹം താരതമ്യം ചെയ്യുകയായിരുന്നു. വിദേശത്ത് പഠിക്കുന്ന 23-24 വയസ്സുള്ള ഇന്ത്യക്കാർ പോലും പക്വതയില്ലാത്തവരും കഴിവില്ലാത്തവരുമാണെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ US-ൽ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു. അവർ സ്വന്തമായി മുതിർന്നവരെ പോലെ ജീവിക്കുന്നു. ഇന്ത്യൻ കോളേജുകളിൽ രക്ഷിതാക്കളാണ് പണം നൽകുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ പണം ഉപയോഗിച്ച് ജീവിക്കുന്നു. അതുകൊണ്ട് അവർ ഇപ്പോഴും കുട്ടികളാണ്. രക്ഷിതാക്കൾ കോളേജിലെ നിക്ഷേപകരെ പോലെയാണ്. അതുകൊണ്ട് കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളെ അറിയിക്കുന്നു എന്നാണ് മറ്റൊരാൾ പോസ്റ്റിന് കമൻ്റായിട്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ നിന്നും ഇന്ത്യൻ കോളേജുകളിലെ വിദ്യാർത്ഥികളെക്കുറിച്ച് പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്ക്, സാമ്പത്തികപരമായ കാര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാനമാണ്.